മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് ബീച്ചിലുള്ള അപകടാവസ്ഥയിലായ ഫയർ സ്റ്റേഷൻ നഗരത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരു നീക്കമുണ്ട്. മീൻചന്ത ഫയർ സ്റ്റേഷനിലേക്ക് പ്രവർത്തനം താൽക്കാലികമായി മാറ്റാനാണ് ആലോചന. ഇതോടെ തിരക്കേറിയ കോഴിക്കോട് നഗരത്തിൽ ഫയർ സ്റ്റേഷൻ ഇല്ലാതാകും. നഗരത്തിൽ ഒരു അപകടമുണ്ടായാൽ കോഴിക്കോട് ബീച്ചിലുള്ള ഫയർ സ്റ്റേഷനെയാണ് ആദ്യം ആശ്രയിക്കേണ്ടത്. എന്നാൽ ഇത്രയും അവഗണന നേരിടുന്ന മറ്റൊരു ഫയർ സ്റ്റേഷനില്ല. കെട്ടിടം ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത വർദ്ധിച്ചതോടെയാണ് നഗരത്തിലെ ഏക ഫയർ സ്റ്റേഷൻ ദൂരേക്ക് പറിച്ചു നടാൻ അധികൃതർ ആലോചിച്ചു തുടങ്ങിയത്. നിലവിലെ കെട്ടിടം പൊളിച്ചു മാറ്റും. അതുവരെ ഇവരുടെ പ്രവർത്തനം താൽക്കാലികമായി മീൻചന്ത ഫയർ സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. എന്നാൽ പലപ്പോഴും വലിയ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യുന്ന നഗരത്തിൽ ഒരു ഫയർ യൂണിറ്റ് പോലുമില്ലാത്തത് വലിയ ഭീഷണിയാണ്. ഗതാഗതക്കുരുക്ക് ഇല്ലാത്ത സമയത്ത് പോലും മീൻചന്തയിൽ നിന്നും നഗരത്തിലേക്ക് എത്താൻ 8 മിനിറ്റിൽ കൂടുതൽ വേണം. ഇതിനുള്ളിൽ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. ഇത് വെള്ളിമാട് കുന്നിലേക്കോ മീൻചന്തയിലേക്കോ പോയാൽ കോഴിക്കോട് നഗരത്തിനകത്തുണ്ടാകുന്ന അപകടങ്ങളെ അവർക്ക് അവിടെ നിന്ന് ഓടിയെത്താൻ, പ്രത്യേകിച്ച് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കോഴിക്കോട് നഗരത്തിലേക്ക് എത്താൻ വളരെ സമയമെടുക്കും. നഗരത്തിൽ തന്നെ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കാൻ സജ്ജമായ സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും അധികൃതരുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല. കോർപ്പറേഷൻ സ്റ്റേഡിയം പരിഗണനയിലുണ്ടെങ്കിലും ഇവിടെ ഫയർ യൂണിറ്റിന് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളുമില്ല. പരിമിതികളിൽ ശ്വാസം മുട്ടുകയാണ് കോഴിക്കോട് നഗരത്തിലെ ഏക ഫയർ സ്റ്റേഷൻ. ഇവിടെ നവീകരിച്ച കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരണമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇതിനുവേണ്ടി താൽക്കാലികമായെങ്കിലും ഈ ഫയർ സ്റ്റേഷനെ നഗരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.